മാസത്തിൽ 5 ദിവസം ക്യാൻസർ രോഗികൾക്കായി സൗജന്യ യാത്ര നടത്തുന്ന ഒരു യുവാവുണ്ട് ചെങ്ങന്നൂർ പുലിയൂരിൽ. പുലിയൂർ പഞ്ചായത്ത് 12-ാം വാർഡ് അഞ്ചുതെങ്ങിൽ AK വിവേകാണ് ആ ഓട്ടോ ഡ്രൈവർ. 2022 ജനുവരിയിലാണ് ചെങ്ങന്നൂർ പുലിയൂർ പഞ്ചായത്ത് 12-ാം വാർഡ് അഞ്ചുതെങ്ങിൽ വിവേകിന്റെ അമ്മ സരളയും അച്ഛൻ കൃഷ്ണൻകുട്ടിയും ഒരാഴ്ചത്തെ ഇടവേളയിൽ മരണപ്പെട്ടത്. 3 വർഷത്തോളം ഇരുവരും ക്യാൻസറിനെതിരെ പൊരുതി. മരണശേഷം വിവേക് ഒരു തീരുമാനമെടുത്തു. മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി എല്ലാ മാസവും 5 ദിവസം വിവേക് തന്റെ ഓട്ടോറിക്ഷ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ക്യാൻസർ രോഗികളുമായി കോട്ടയം, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലേക്ക് സൗജന്യ യാത്ര നടത്താൻ. സൗജന്യ യാത്ര ആവശ്യമുള്ള സാധാരണക്കാരെ തേടി സമൂഹ മാധ്യമങ്ങളിലടക്കം ഫോൺ നമ്പറും ചേർത്ത് വിവേക് പോസ്റ്റിടും. അർഹരാണെന്ന് മനസ്സിലാക്കുന്നവരെ പിന്നീട് പോകേണ്ട തീയതിക്ക് 3 ദിവസം മുൻപ് വിളിച്ച് യാത്ര ഉറപ്പുവരുത്തും. തുടർന്ന് പുലർച്ചെ തന്നെ ഓട്ടോയുമായി അവരുടെ വീടിന്റെ മുൻപിലെത്തും. മിക്കപ്പോഴും രാത്രി വൈകിയാകും തിരികെ എത്തുക. അതുവരെ വിവേകും ആശുപത്രി പരിസരത്ത് കാണും. വേണ്ട ചെറിയ സഹായങ്ങളും ചെയ്തു നൽകും. ബാക്കി ദിവസങ്ങളിൽ ഓട്ടം പോകുന്നതിൽ നിന്നും മിച്ചം പിടിക്കുന്ന തുകയാണ് 5 ദിവസത്തേക്കായി മാറ്റിവെക്കുന്നതെന്ന് വിവേക് പറയുന്നു. 2019 എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നത്. ക്യാൻസർ തുടങ്ങി ഞങ്ങൾ കോട്ടയത്തായിരുന്നു അമ്മയും കൊണ്ട് 4 വർഷത്തെ ചികിത്സ. അത് കഴിഞ്ഞ് 2021 ഡിസംബറൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ അച്ഛനും ക്യാൻസറായി. അങ്ങനെ 2022 ജനുവരി 22-ാം തീയതി അച്ഛനും ജനുവരി 31-ാം തീയതി അമ്മയും മരിച്ചുപോയി. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ ഈ ക്യാൻസറിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും 4-5 വർഷം മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. സാമ്പത്തിക ബുദ്ധിമുട്ടും അതിൻ്റെ മാനസിക ബുദ്ധിമുട്ടും രോഗികൾക്കുണ്ടാകുന്ന പ്രയാസവും വീട്ടുകാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ആരെയും ക്യാൻസർ ബാധിച്ച കുറേ ആൾക്കാരെ സഹായിക്കണം തോന്നി. അങ്ങനെയാണ് 2022 ഒരു മാർച്ച് മെയ് തൊട്ട് ഞാനിതിനു വേണ്ടി പൂർണ്ണമായിട്ടും സഹായിക്കാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഒരു മാസത്തിൽ അന്ന് തൊട്ട് ഇങ്ങോട്ടൊരു 5 പേരെ വെച്ച് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ഓട്ടോറിക്ഷ ഓടിയുള്ള വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇവർക്ക് വേണ്ടി ക്യാൻസർ രോഗികൾക്ക് മാറ്റി വെച്ചുകൊണ്ട് ഒരു 5 പേരെ, മൊത്തത്തിൽ 5 പേരെ കോട്ടയത്തും വണ്ടാനത്ത് മെഡിക്കൽ കോളേജിലെ, കോട്ടയം മെഡിക്കൽ കോളേജിലെ മാസത്തിൽ 5 ദിവസം ഇവർക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുക. ചെങ്ങന്നൂർ പുലിയൂർ സ്വദേശിയായ AK വിവേകിന്റെ ഓട്ടോയിൽ നിലവിൽ കായംകുളം മുതൽ തിരുവല്ല വരെയുള്ള ഭാഗത്തെ രോഗികൾ സൗജന്യ യാത്ര ചെയ്തിട്ടുണ്ട്. ഓട്ടത്തിന്റെ തുക മാത്രം കണക്കാക്കിയാൽ ഒരു ദിവസം 1500 രൂപയ്ക്കടുത്ത് സ്വന്തം നിലയിൽ ചിലവഴിക്കുന്നുണ്ട്. ഒരു വെള്ളം പോലും വാങ്ങിക്കുടിക്കില്ലെന്ന് ഓട്ടോ യാത്രക്കാരിയായ ലളിത പറഞ്ഞു. രാത്രിയാവും വരുമ്പോ രാവിലെ പോയ ഇവന് എന്റെ കൂടെ വന്ന അവനൊരു ഗ്ലാസ് വെള്ളം പോലും മേടിച്ച് കുടിക്കത്തുമില്ല. ഞങ്ങൾ കൊടുത്താൽ മേടിക്കത്തുമില്ല, ഒന്നുമില്ല. ഈ കഴിഞ്ഞിടത്ത് വന്നപ്പോ 6 മണിയായോ. ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. 1.5 വർഷമായി കൊണ്ടുപോക്ക് തുടങ്ങിയിട്ട്. അതിന് മുന്നേ ഞങ്ങൾ വേറെ ആദ്യം വിളിച്ചല്ല പോകുന്നത്. അവർക്കൊക്കെ ഇരുട്ടാന്നും പറഞ്ഞ വരത്തൊന്നും ഇല്ലായിരുന്നു. 1.5 വർഷം കൊണ്ട് ഒരു 5 ദിവസം മേടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു പോലും എടുക്കത്തില്ല. ഞങ്ങളെ അതൊക്കെ ഇടും. എന്താണ് അമ്മയ്ക്ക് അസുഖം? ക്യാൻസർ ആയിരുന്നു. അത് 15 കഴിഞ്ഞ് അത് പതൊക്കെ തന്നെ പോകായിരുന്നു. എടുത്തൊന്നല്ല, തന്നെ പോകായിരുന്നു. പാണ്ടനാട് മാങ്ങാത്തറയിൽ 70-കാരി ലളിത കഴിഞ്ഞ 1.5 വർഷമായി വിവേകിന്റെ ഓട്ടോയിൽ സഞ്ചരിച്ചാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. രാവിലെ 6 മണിക്ക് ഓട്ടോയുമായി വിവേകുമെത്തും. പലപ്പോഴും രാത്രി 7 മണിയോടെയാണ് തിരികെ എത്തുന്നത്. ഇതിനിടയിൽ വിവേക് ഒരു ഗ്ലാസ് വെള്ളം പോലും തങ്ങളുടെ കയ്യിൽ നിന്ന് പോലും വാങ്ങി കുടിക്കാറില്ലെന്ന് ലളിത പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.